കേന്ദ്രത്തിലെ രണ്ട് പ്രധാന നേതാക്കൾ ലീഡ് ചെയ്യുന്നു. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2,68,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമ്പോൾ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നിട്ട് നിൽക്കുന്നു BJP. അവിടെ ഉത്തർപ്രദേശിൽ ഇപ്പോൾ വീണ്ടും മാറി മറിഞ്ഞിട്ടുണ്ട്. 79 സീറ്റുകളിലെ ഫലം അല്ലെങ്കിൽ ലീഡ് നില പുറത്തു വന്നു. 40 ഇന്ത്യ മുന്നണിയാണ്. 39 മാത്രമേ ഉള്ളൂ BJP മുന്നണി. 40 ഒരു എണ്ണുന്ന ഒരു ഘട്ടത്തിലെങ്കിലും ഒരു സീറ്റെങ്കിലും UP-യിൽ BJP-ക്ക് മുന്നിൽ വരിക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരം എന്നല്ലാതെ ഒന്നും പറയാനാകില്ല. ഇനി എണ്ണി കഴിയുമ്പോഴൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും അതൊരു അത്ഭുതകരമാണല്ലോ. ഈ കാലത്ത് ഈ സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ ചിത്രത്തിൽ ഭയങ്കര അത്ഭുതമാണ്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നിൽ പോവുക എന്ന് പറയുന്നത്, ട്രെയിൽ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഇപ്പൊ നോക്കൂ, NDA മുന്നണി 300-ലേക്ക് എത്തിയിരിക്കുന്നു. വീണ്ടും 300-ലേക്ക് 310 വരെ എത്തിയതായിരുന്നു. ഇപ്പോൾ 300-ലെത്തിയിരിക്കുന്നു. ഇന്ത്യ മുന്നണി 220, മറ്റുള്ളവർ 23. രാജീവ്, അത് തന്നെയാണ്. 12 കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ 12 കേന്ദ്രമന്ത്രിമാരെ അംഗത്തിനിറക്കിയ UP-യിൽ വലിയ തിരിച്ചടി നേരിടുന്നു. താഴെ പോരുന്നു. BJP-ക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമെന്ന് ഈ ഘട്ടത്തിൽ പറയുമ്പോൾ മറ്റൊരു മുന്നണി സംവിധാനത്തെ പരിപൂർണമായി ഡിപ്പെൻഡ് ചെയ്യും. ഒറ്റ കക്ഷിയുടെ ഏകശാസനത്തിനനുസരിച്ച് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ഇന്ത്യൻ ഇലക്ടറേറ്റ് വിധി എഴുതുകയാണ്. ഏകാധിപത്യം വേണ്ട, മൊണോപ്പൊളി വേണ്ട എന്നുള്ള വിധിയെഴുത്തിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ. വലിയ മുൻതൂക്കമുള്ളത് ഹരിയാനയിൽ 5 കോൺഗ്രസും 1 ആം ആദ്മി പാർട്ടിയും, BJP 4 6 ഹരിയാനയിൽ ഇന്ത്യ സഖ്യം 4 BJP എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമദാനി വിജയം ഉറപ്പിച്ചിരിക്കുന്നു. സർപ്രൈസുകളൊന്നുമില്ല. അമേഠിയിൽ കിഷോരിലാൽ 15,000 കടന്നിരിക്കുന്നു. സ്മൃതി ഇറാനിയുടെ പരാജയം ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഘട്ടം. അതേസമയം നരേന്ദ്രമോദി തിരിച്ചു വന്നിരിക്കുന്നു. പാടലിപുത്രയിൽ മിസ ഭാരതി ലീഡ് ചെയ്തു. ലാലു പ്രസാദ് യാദവിന്റെ മകൾ. ഇത്തവണയെങ്കിലും, കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും മത്സരിച്ച മിസ ഭാരതിക്ക് പരാജയം രുചിക്കേണ്ടി വന്നു. 3-ാം ഊഴത്തിൽ ലാലുവിന്റെ മകൾ ഡോക്ടർ മിസ ഭാരതി വരുമോ ഇന്ത്യൻ പാർലമെന്റിലേക്ക്? ലാലുവിന്റെ 2 പെൺമക്കൾ പാടലിപുത്രയിൽ മിസ ഭാരതി, സരണിൽ അതുപോലെ തന്നെ രോഹിണി ആചാര്യ 2 പേരും മത്സരിക്കുന്നു. പാടലിപുത്രയിൽ മിസ ഭാരതി ലീഡ് ചെയ്യുന്നതായ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുന്നു. ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി വീണ്ടും താഴേക്ക് വരികയാണ്. 300-ൽ നിന്ന് അത് 298 മാറുന്നു. ഇന്ത്യ മുന്നണി 222-ലേക്ക് മാറുന്നു. മറ്റുള്ളവർ 23. മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. രാജസ്ഥാനിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു. ഗുജറാത്തിൽ ഇപ്പോൾ 1 സീറ്റിൽ മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കർണാടകത്തിലൊക്കെ കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മണിപ്പൂരിൽ ആകെയുള്ള 2 ഒരിടത്ത് കോൺഗ്രസും ഒരിടത്ത് NPF-ഉം ലീഡ് ചെയ്യുന്നു. ഇന്നർ മണിപ്പൂർ BJP-യുടെ സിറ്റിംഗ് സീറ്റായ ഇന്നർ മണിപ്പൂരിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്ത.